ഇന്ന് നമുക്ക് ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ആ നാരങ്ങ അച്ചാർ ഒരു സ്പെഷ്യൽ നാരങ്ങ അച്ചാറാണ്. ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ ഞാൻ ഇടുന്ന ഒരു നാരങ്ങ അച്ചാറാണ്. ഈ നാരങ്ങ നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് അങ്ങ് വെന്ത് പോണ്ട ആ രീതിയിൽ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. രണ്ട് നാരങ്ങ ഞാൻ ഇപ്പം കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങ ഒന്ന് ആവി കയറ്റി നാരങ്ങ അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് ആവി കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നാരങ്ങ തണുത്ത് വന്ന് കണ്ടത് ഈ പരുവത്തിൽ. ഇതിപ്പോൾ നാരങ്ങ നമുക്ക് പൊട്ടുന്നില്ലല്ലേ, ഒന്ന് ആവി കയറ്റുമ്പോൾ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കങ്ങ് ഗ്യാസ് ഓഫാക്കി വെച്ചാൽ മതി. അന്നേരം കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും. നാരങ്ങ കണ്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കി കൊടുക്കാം. എൻ്റെ ചട്ടിയിൽ വെള്ളമൊക്കെ പോയി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ നാരങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 സ്പൂണോളം ഉപ്പെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് ചെറുതായിട്ട് അതേപോലെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ദാണ്ട ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക്, ഇതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ് ഇതെല്ലാം നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചായ കുടിക്കുന്ന ഗ്ലാസ്സായിട്ട് ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുവരെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇപ്പം ഗ്യാസ് കൂട്ടി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കി ഈ വെള്ളം ഫുള്ള് പറ്റിച്ചെടുക്കണം. ഇത് പറ്റി വരുന്നുണ്ട് കണ്ട. ഇതിനെ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സൈഡിലേക്ക് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് ഉപ്പിൻ്റെ അംശങ്ങളാണ്. ഇത് എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ഇത് എൻ്റെ ഫ്രണ്ട് ലിബ എനിക്ക് പറഞ്ഞു തന്നതാണ്. ഞാൻ കുറേ വട്ടം ഇങ്ങനെ ഇട്ട് എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ ചള്ളാവാതിരിക്കുമായിരുന്നു എന്നായിരുന്നു. ഞാൻ മനസ്സിൽ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമായിരുന്നു. ഇതിപ്പം നമ്മൾ ആ വെള്ളം ഫുള്ള് പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് പറ്റട്ടെ. ചെറിയൊരു അംശമുണ്ട് വെള്ളത്തിൽ, അതും കൂടെ പറ്റട്ടെ. വെളിയിലത്തെ എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് കേട്ടോ, വണ്ടി പോകുന്നതും ഒക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ, എൻ്റെ മൈക്ക് അങ്ങ് ചെള്ളായിപ്പോയി. അതുകൊണ്ട് രണ്ടിപ്പം വെള്ളം പറ്റി വന്നേ. ഇനി നമുക്ക് നല്ല പറ്റി വന്ന് ഒന്നും കൂടെ ഒന്ന് ട്രൈ ആവട്ടെ. എല്ലാം പറ്റിയിരിക്കുന്ന ഉപ്പിൻ്റെതാണ്. ഉപ്പാണ് ആ പറ്റിയിരിക്കുന്നത് ഫുള്ള്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ള മസാലപ്പൊടികളുണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. അന്നേരം നമുക്ക് ആദ്യം മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം തീ ലോ ഫ്ലെയിമിലാണ്, അത് മറന്നു പോവല്ലേ ആരും, ഇല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങയുടെ വെള്ളമൊക്കെ ഉണ്ട്. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. തോനെ എടുത്തില്ല കേട്ടോ, വിനാഗിരി ശകലവേ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മളുടെ സൂപ്പ് ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ ദാണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് കുറേ നാൾ ചള്ളാവാതെ ഇങ്ങനെ ഇരുന്നോളൂ. നമ്മളിതിനകത്ത് ഒരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല.
ഇനി ഇതിവിടെ നിന്ന് നാരങ്ങയുടെ ആ വിനാഗിരിയും നീരും എല്ലാം കൂടെ ചേർന്ന് നല്ല ഇതായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫാക്കി കൊടുക്കാം. തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെ ഉണ്ടാക്കി നാരങ്ങ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റും കൂടി ഇടണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ. ഓക്കെ ബേബി, സീ യു.